അസ്സലാമു അലൈക്കും ഗായ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സമൂസ പൂരിയുടെ വീഡിയോ ആയിട്ടാണ്. അതിനായിട്ട് ഞാനിപ്പോൾ അരക്കപ്പ് ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൈദയിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഗോതമ്പിൻ്റെ പൊടിയിലാണ് ഉണ്ടാക്കുന്നുള്ളത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഗോതമ്പിൻ്റെ പൊടിയിൽ ഉണ്ടാക്കിയാൽ. ഇതിലോട്ട് ഒരു കാ ടീസ്പൂണും താഴെ അജ്വൈൻ അയമോദകം എന്ന് അറിയില്ലേ, അത് ഇട്ട് കൊടുക്കുക. അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതുണ്ടാക്കുമ്പോൾ. അപ്പോൾ അതുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു സ്പൂണ് ഓയിലാണ്, അതും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം ആദ്യം കൈ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഈ പൊടിയിൽ നിന്ന് നനച്ചെടുക്കും പോലെ ആക്കുക. ഇതേപോലെ പുട്ടിന് നനക്കുന്നില്ല, അതേപോലെ കിട്ടണം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിൻ്റെ പൂരിയുടെ ഒക്കെ മാവ് ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ ഉണ്ടാക്കാം. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പുഴുങ്ങിയിട്ട് നമുക്ക് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി. ഇതിലോട്ട് അധികം മസാലകളൊന്നും ഇല്ല, വഴറ്റുകയും വേണ്ട, ഒന്നും ചെയ്യേണ്ട. പുഴുങ്ങിയെടുത്താൽ മാത്രം മതി ഉരുളക്കിഴങ്ങ്. ഇനി ഒരു സ്പൂണ് ചാട്ട് മസാല അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവറാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില, അതെല്ലാവരും വീട്ടിലുണ്ടാവില്ല, അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാൻ കറിവേപ്പില ഇട്ടിട്ടാണ് കാണിക്കുന്നുള്ളത്. അത് കുഞ്ഞു കുഞ്ഞായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി പിന്നെ എരിവിനായിട്ടുള്ളത് കുറച്ച് മുളക് പൊടി ഇടാം. പിന്നെ ഈ ബജി മുളക് ഉണ്ടെങ്കിൽ ഇതൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. എനിക്കിത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ റെസിപ്പി ഉണ്ടാക്കിയാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ട്. അങ്ങനെ ഇത് ഞാനിപ്പോൾ കട്ടാക്കിയിട്ട് വരാം. അതിന് മുന്നായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനത് ചേർക്കുന്നില്ല, കുറച്ച് മുളക് പൊടി മാത്രമാണ് ഇടുന്നുള്ളത്. ഇപ്പോൾ മുളക് മുറിച്ചിട്ട് വരാം. കട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചാറ്റ് മസാലയിൽ നല്ല ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് കൂടിപ്പോകരുത്. ഉപ്പ് കൂടിയാൽ കഴിക്കാൻ പറ്റില്ല, കുറഞ്ഞാൽ പിന്നെയും കഴിക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഡോ ഉണ്ടല്ലോ, അതൊന്ന് ഫുള്ളായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. റോളർ വെച്ചിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം, അധികം തിന്നാൻ വേണ്ട. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും തിക്ക് വേണം, കൂടുതൽ തിന്നാൻ വേണ്ട, ഇത്രയും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, അധികം ചേരുവകളൊന്നും ഇല്ല. ഒരു ഉരുളക്കിഴങ്ങും ആട്ടപ്പൊടിയോ മൈദപ്പൊടിയോ ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റുന്ന, ചിലവ് കുറഞ്ഞ നല്ലൊരു പലഹാരമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് സ്പാച്ചില വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഞാൻ എല്ലായിടത്തും ഇതൊന്ന് നിരപ്പാക്കി കൊടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പം ഞാൻ മസാല എല്ലായിടത്തും ഒന്നാക്കി കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പിസ്സ കട്ടറോ അല്ലാതെ കത്തി വെച്ചിട്ടോ ഇങ്ങനെ ഒന്ന് കട്ടാക്കി എടുക്കണം. നീളത്തിൽ ഇതേപോലെ എല്ലാം കട്ടാക്കിയിട്ട് വരാം. അങ്ങനെ നീളത്തിൽ ഫുൾ ഇത് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തുകൊണ്ട് എടുക്കാം. ഇതേപോലെ ചുരുട്ടിയെടുത്താൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കും, ഒട്ടിയൊന്നും പിടിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് പിടിക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. എല്ലാം റോൾ ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരെണ്ണം ഇങ്ങനെ എടുക്കുക, എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നല്ല പിൻവീല് പോലെ ആയിട്ട് കിട്ടും. ഇങ്ങനെ കുറച്ചും കൂടി തിന്നിൽ പരത്തി കൊടുക്കുക. കൂടുതൽ വലുതാക്കണ്ട, ഒരു പപ്പടത്തിൻ്റെ സൈസ് ആകുന്നതിൽ അത്ര വരെ ആക്കി കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്പൂണ് മൈദപ്പൊടി ഇടുക, കുറച്ച് ഉപ്പ് ചേർക്കുക, പിന്നെ കുറച്ച് ചതച്ച മുളക് ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, അങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാം. ഇപ്പം ഞാനൊരു സ്ലറി ആക്കുന്നതാണ്. കുറച്ച് വെള്ളം കൂടിയിട്ട് നല്ലവണ്ണം കട്ടയില്ലാതെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത്രയും തിന്നായിട്ട് ലൂസിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. അത് ഒട്ടും തന്നെ കട്ടി ഉണ്ടാകാൻ പാടില്ല. ഇത് ഇത്രയും വെള്ളം പോലെ ഒഴുകുന്ന രീതിയിൽ കലക്കിയെടുക്കാം. ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ല, ഇത് ഞാനിപ്പോൾ കടുകെണ്ണയാണ് യൂസ് ചെയ്യുന്നുള്ളത്, അതാണ് ഈ കളർ കാണുന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഇതിൽ മുക്കിയിട്ട് ഓരോ സമൂസയും ഇതിൽ ഒന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ല ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിതിനൊന്ന് കോരി മാറ്റാം ഓയിലിൽ നിന്ന്.
ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സമൂസയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പിയാണ്.